ഹലോ മൈ ഡിയർ CMA ഇന്റർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ MCQ ഡിസ്കഷൻ നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ MCQ ഡിസ്കഷൻ്റെ 7ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരുന്നു. നമ്മൾ ഡിസംബർ 2024 സെറ്റ് 1 നമ്മൾ ക്ലിയർ ചെയ്തു. സെറ്റ് 2 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മാക്സിമം എന്താണ് നമുക്ക് എത്ര MCQs ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ അത്രയും MCQs എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സീരീസ് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നല്ല കമൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് എന്താണ് നമ്മൾ ഒരുപാട് MCQs ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് സെറ്റ് 2 ആണ്. ഡിസംബർ 2024 സിലബസ് 2022 തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ്സ് വൈ വി ആർ ടേക്കിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 1 നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ പ്രയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് പ്രയാമ്പിളിൽ മെൻഷൻ ചെയ്യാത്ത വേർഡ് ഏതാണ്? അതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രയാമ്പിൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ അകത്ത് സോവറിൻ ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ 5 വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വായിക്കാത്ത സംഭവം ഏതാണ്? നിങ്ങൾ വായിക്കാത്ത സംഭവം ഇന്ത്യ എന്നൊരു സംഭവമാണ്. കറക്റ്റാ. സോ വിച്ച് ഈസ് നോട്ട് ആണ്. അപ്പോൾ അടുത്ത ഇത് നോർമലി ഇവിടെ മാത്രമല്ല കേട്ടോ, പല രീതിയിലുള്ള എക്സാമിനേഷൻ ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഇന്ത്യൻസ് എന്നൊരു സംഭവം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പീപ്പിൾ എന്ന് യൂസ് ചെയ്താലും സെയിം ആണ്. പീപ്പിൾ ആണ് അഡോപ്റ്റ് ചെയ്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെല്ലാം പീപ്പിൾ ആണെങ്കിലും, പക്ഷേ ഇവിടെ പീപ്പിൾ എന്നൊരു സംഭവം വരില്ല. ഓർത്ത് വെക്കുക. സോവറിൻ പരമാധികാരം, സോഷ്യലിസ്റ്റ് ഫോർ ദ പബ്ലിക് വെൽഫെയർ, ഡെമോക്രാറ്റിക് ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഡെമോക്രാറ്റിക് ആണ്. പക്ഷെ നമുക്കൊരിക്കലും ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മുടെ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദിസ് വിൽ ബി ദ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സെക്യുലറും ഉണ്ട്, അതേപോലെ തന്നെ സെക്യുലർ ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. ഈ 2 വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം എക്സാമിനേഷൻ ചോദിച്ചാലോ. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് വന്നൊരു സംഭവമാണ്. അടുത്ത 2 ചോദ്യം എന്ന് പറയുന്നതും if only a part of a consideration or object is unlawful, the contract under section 24. ഇവിടെ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഒബ്ജക്റ്റ് ഈസ്, അതിനകത്ത് കുറച്ച് കോൺസെപ്റ്റും കൂടെ ഉണ്ട്. വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ്. ആ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം ആ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വാലിഡ് ആയിട്ട് നിൽക്കും, അല്ലാത്തത് വോയിഡ് ആകും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഡയറക്റ്റ് ഇത്രയും നൽകിയതുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ആബ്വിയസ്, ഇറ്റ് ഈസ് വോയിഡ് ആണ്. കാരണം വാലിഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇഫ് ഓൺലി എ പാർട്ട്, അത് ഏത് പാർട്ട് നമുക്കറിയില്ല. അത് അൺലോഫുൾ പാർട്ട് എപ്പോഴും എന്തായിരിക്കുന്നുണ്ടോ, അൺലോഫുൾ പാർട്ട് എന്ന് വന്നുകൊണ്ട് അത് എപ്പോഴും വോയിഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ലോഫുൾ എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ സെവിയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അത് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റിസൾട്ട്സ് ഇൻ ഓഫർ? അത് പ്ലൂറൽ അവർ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓഫർ എന്ന് പറയുന്നത്? ഇതിനകത്ത് നമ്മൾ ഓഫർ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ഓഫർ അല്ല നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓഫർ അല്ല ഏതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ ഇൻവിറ്റേഷൻ നമുക്ക് ഓഫർ അല്ല. ഇത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻഷൻ, ഡിക്ലറേഷൻ ഓഫ് ഇൻവിറ്റേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴേ അല്ലെന്ന് വിചാരിക്കരുത്. അഡ്വർടൈസ്മെന്റ് ഓഫറിംഗ് റിവാർഡ് ടു ആൻ എനി വൺ ഹൂ ഫൈൻഡ്സ് എ ലോസ്റ്റ് ഡോഗ് ഓഫ് ദ ഓഫറർ. ഇത് ഏത് ടൈപ്പ് ഓഫർ ഓർമ്മയുണ്ടോ? ജനറൽ ഓഫർ. അപ്പൊ ജനറൽ ഓഫർ ആണോ? കാർലിൽ വേഴ്സസ് കാർബോളിക് എന്നൊരു കേസ് ലോ ഒക്കെ ഉണ്ട്. ആൻഡ് ഓഫർ മെയ്ഡ് ആസ് എ ജോക്ക്, ഇതൊന്നും എന്തല്ല, ഓഫർ അല്ല. ആക്ച്വലി ഓഫർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഓഫർ ഉണ്ട്. ജനറൽ ഉണ്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ നമ്മൾക്കുണ്ട്. ഓക്കെ, ജനറൽ ഓഫർ ഉണ്ട്, സ്പെസിഫിക് ഓഫർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്ക് ഓഫർ അല്ല, ജനറൽ ഓഫർ ആണ്, അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ കാരണം നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിക്കും, അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കണം. അപ്പം ഇത് എന്നാ ഓഫറാണെന്നും അടുത്ത പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ഇവിടെ അല്ലെങ്കിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇത് 3 കൂടെ കൊടുത്തിട്ട് ഓൾ ഓഫ് ദി എബോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദി എബോ എന്നൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കോൺസെപ്റ്റ് ആണ്. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്ന അണ്ടർടേക്കിംഗ്, പ്രോമിസറി നോട്ടിൽ വി ആർ ഗിവിംഗ് എ പ്രോമിസ്. ദാറ്റ് പ്രോമിസ് ആൾവേസ്, ബേസിക് ആയിട്ട് എന്താ പറയുന്നത്, പ്രോമിസറി നോട്ടിൽ എപ്പോഴും പ്രോമിസ് എന്ന് പറയുന്നത് അണ്ടർടേക്കിംഗ് കണ്ടീഷണൽ അൺകണ്ടീഷണൽ ഷുഡ് ബി ആൾവേസ് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് അൺകണ്ടീഷൻ, അതായത് ഇതും ശരിയാണ്. കണ്ടീഷണൽ അൺകണ്ടീഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർക്കംസ്റ്റൻസസ്. നമുക്ക് കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എപ്പോഴും എന്താണ്, എക്സെപ്ഷൻ ആണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് പറയും, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ.
ഡയറക്റ്റ് ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? അൺകണ്ടീഷൻ, അതായത് വിത്തൗട്ട് എനി കണ്ടീഷൻ. അതായത് ഐ വിൽ പേ യു ₹1000 വിത്തൗട്ട് എനി കണ്ടീഷൻ. ഒരാൾ കല്യാണം കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാലോ അങ്ങനെ ആഡ് ചെയ്താൽ നമ്മൾ അതിനെ കണ്ടീഷൻ എന്ന് പറയും. പിന്നെ എല്ലാ കണ്ടീഷനും വാലിഡ് അല്ല. കണ്ടീഷൻ ആഡ് ചെയ്താലേ വാലിഡ് അല്ല. കണ്ടീഷൻ ആഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഒരു പൈസ തരാമെന്ന് പറയുമ്പോൾ ഇന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ പൈസ തരാം. അത് വാലിഡ് ആണോ? ദാറ്റ് ഈസ് വാലിഡ് ആണ്. കാരണം മരിക്കുന്നുള്ളത് മനുഷ്യ ജീവി സമുദായത്തിൽ ഉറപ്പുള്ളൊരു കാര്യമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തരാം, അത് സംഭവിക്കാതിരിക്കാം, അതൊരിക്കലും വാലിഡ് അല്ല. സോ ദാറ്റ്സ് വൈ നോർമലി പ്രോമിസ് നോട്ട് ആയിക്കോട്ടെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ആൾവേസ് അൺകണ്ടീഷണൽ ആണ്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, ഇത് ആക്ച്വലി ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. റിലവൻറ്റ് അത്ര വലിയ രീതിയിലില്ല, പക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാങ്കിങ് ബിസിനസ്സിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇസ് 10, അല്ലാതെ അതിൽ 20 ആണ്. പക്ഷെ ഇതിപ്പോൾ ഇല്ല, നമ്മളിപ്പോൾ ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 50 എന്ന രീതിയിൽ 464 കമ്പനീസ് ആക്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ബാങ്കിങ് നോൺ ബാങ്കിങ് നമ്മൾ 1932 ഉണ്ടായിരുന്നു, പിന്നീട് നമ്മൾ എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെറ്റീരിയൽ നൽകിയതുള്ളത് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് LLPയുടെ ആണ്. ഇത് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. LLPയുടെ ഓഡിറ്റിംഗ് മാൻഡേറ്ററി ആണോ? അല്ല. ഏതോ 2 ക്രൈറ്റീരിയയിൽ ഒരു ക്രൈറ്റീരിയ ബ്രീച്ച് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റിംഗ് ചെയ്യണം. മാൻഡേറ്ററി ആണ്. അത് വർഷം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ചോദ്യം തന്നെയാണ് ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്. അറിയാത്തൊരു നോട്ട് ചെയ്ത് വെക്കുക. ഒരു LLPയുടെ നമുക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൊന്നും വലിയ ചാൻസസ് ഇല്ല, പക്ഷെ എന്നാലൊന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ LLPയുടെ ടേൺ ഓവർ സെയിൽസ് 40 lakhന്റെ മുകളിൽ വരികയോ ഓർ കോൺട്രിബ്യൂഷൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് നോട്ട് ഇയർ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ 25 lakhsന്റെ മുകളിൽ പോയാൽ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇപ്പോൾ 25 lakhs ഓർ 40 lakhs. ഇപ്പോൾ ഒരു വർഷം ഇത് മുകളിൽ പോയി ഇത് കുറവുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണ്, ഇത് മുകളിൽ പോയി ഇത് കുറവുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണ്. ഇനി രണ്ടും കുറവുണ്ടെങ്കിൽ അപ്ലിക്കബിൾ അല്ല, രണ്ടും കൂടുതലുണ്ടെങ്കിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. കാൽക്കുലേഷൻ അങ്ങനെ വരാൻ ചാൻസസ് കുറവാണ്, പക്ഷെ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. സോ ഓപ്ഷൻ നമ്പർ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഹിയർ ഇറ്റ് ഈസ് 10. ഓക്കെ അല്ല, മാർക്ക് ചെയ്തില്ലേ? അപ്പോൾ പറയണ്ടേ, അപ്പോൾ മാർക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഫാക്ടറീസ് ആക്ടിലേക്ക് നമ്മൾ ചാടിയിരിക്കുന്നു. കൂൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്. നമ്മൾ ഫാക്ടറീസ് ആക്ടിൽ എപ്പോഴും നമ്മൾ ന്യൂമറിക്കലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആംബുലൻസ്, ഫസ്റ്റ് എയ്ഡ്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്. ഇവിടെ കൂൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ആൾക്കാരുള്ളപ്പോഴാണ് കൊടുക്കുന്നത്? നമ്മൾ ഇറ്റ് ഈസ് 250 തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. കൂൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി നമ്മൾ എത്ര ആൾക്കാരുള്ളപ്പോഴാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, വേജ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആക്ടിൻ്റെ വേജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഓരോരോ ആക്ടിൽ വേജ് ഉണ്ട്. പക്ഷെ നമ്മൾ നോർമലി എപ്പോഴും വേജിൻ്റെ കൂടെ കൂട്ടുന്നത് ഏതാണ്? നോർമലി ഇറ്റ് ഈസ് ആൾവേസ് ഡിയർനെസ് അലവൻസസ് ആണ്. അതായത് പർച്ചേസിംഗ് പവർ കുറയുന്ന സമയത്ത് അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ഉണ്ട്, DA നമ്മൾ പറയും. ഈ ഓവർ ടൈമും കമ്മീഷൻ അവസരമുണ്ടൊക്കെ ചിലതിന് വരും, ചിലതിന് വരില്ല, അങ്ങനെ മാറിക്കൊണ്ട് വരും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരു ജനറലൈസ്ഡ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആക്ടിലും ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിയർനെസ് അലവൻസ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വിഡ്രോവൽ ഫ്രം PF അലൗഡ് ഏത് പർപ്പസിന് വേണ്ടി മാത്രമാണ്? വിഡ്രോവൽ ഫ്രം PF ഏതൊക്കെ കാര്യങ്ങൾക്ക് മാത്രമാണ്? വിഡ്രോവലും അഡ്വാൻസും രണ്ടാണ്. ഓക്കെ, അതിൻ്റെ ആദ്യമേ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ഓൾ ഓഫ് ദി അബോവ് ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയുണ്ട്. വിഡ്രോവൽ ഫ്രം PF മേ ബി അലൗഡ് ഫോർ വിച്ച് ടൈം? മാരേജ് ഓഫ് ദ എംപ്ലോയർ. അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഇനിയുള്ളത് ഇത് മൂന്നിൻ്റെ അതൊരു സംഭവമാണ്. അതിനകത്ത് ഇത് രണ്ടും ഈ രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആണ്. അഡ്വാൻസ് അണ്ടറിൽ വരും. ഇത് നമ്മുടെ എന്താണ്? വീട് നമുക്ക് വിഡ്രോവൽ അണ്ടറിൽ വരും. ഓക്കെ, ക്ലിയർ? വിഡ്രോവൽ അണ്ടറിൽ വരും. അത് കൃത്യമായിട്ട് ഓർത്തുക. നെക്സ്റ്റ്, ഹൂ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ്, നമ്മൾ മാർക്ക് ചെയ്തില്ല ഫോർ ദ പർച്ചേസിംഗ് ഓഫ് ഡ്വെല്ലിംഗ് ഹൗസ്. താമസിക്കാനുള്ള സ്ഥലം, അത് പ്ലോട്ട് മേടിക്കാനോ ഫ്ലാറ്റ് മേടിക്കാനോ കൺസ്ട്രക്ഷനോ എന്ത് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പ്രിൻസിപ്പൽ എംപ്ലോയർ ആരൊക്കെ ആകില്ല എന്നൊരു സംഭവമാണ്. ജനറൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്യുപ്പയർ ഓഫ് ദ ഫാക്ടറി ഒബ്വിയസ്ലി, ഓണർ ഓഫ് ദ ഫാക്ടറി ഒബ്വിയസ്ലി, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഓണർ. ഓക്കെ, പക്ഷെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കോൺട്രാക്ടർ ഒരിക്കലും വരില്ല. അത് ജനറൽ കോൺസെപ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും.
കോൺട്രാക്ടർ ഒരിക്കലും എന്താണ് ഒക്യൂപ്പർ എന്ന രീതിയിൽ വരില്ല, മാനേജർ വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ കോൺട്രാക്ട് ഒരിക്കലും വരില്ല. നെക്സ്റ്റ്, ഇതൊരു വെറും ജനറൽ കാര്യമാണ്, നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമാണ്. നമ്മൾ കോഡ് ഓൺ വേജസിന് പഠിക്കുന്നൊരു സംഭവമാണ്. കോഡ് ഓൺ വേജസിൽ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ പബ്ലിക് സർവൻ്റ് ആണ്. അതായത് നമ്മൾ IPCയിൽ പബ്ലിക് സർവൻറ്റ്, അവരുടെ കുറച്ച് റോൾസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ കുറച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 21 ഓഫ് IPC പ്രകാരമാണ് ഈ പറഞ്ഞ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ ആൾ പബ്ലിക് സർവൻ്റ് ആവുക. ഇപ്പോൾ ഒരു IAS ഓഫീസർ പബ്ലിക് സർവൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ റെയിൽവേയുടെ ഒരു ഹെഡ് പബ്ലിക് സർവൻ്റ് ആണ്, ഒരു പോസ്റ്റ് ഓഫീസിൽ ഹെഡ് പോസ്റ്റ്മാൻ പബ്ലിക് സർവൻ്റ് ആണ്. അപ്പം ഈ സർവൻറ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇത് കമ്പനീസ് ആക്ട് ആണ് വരിക. ബോണസ് എവിടെ നിന്ന് കൊടുക്കാം നമുക്ക് നല്ലപോലെ അറിയാം. ബോണസ് ഇഷ്യൂസ് ഫ്രീ റിസർവ്സ് എന്ന് കൊടുക്കാം, സെക്യൂരിറ്റി പ്രീമിയം എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ റിഡംഷൻ. അപ്പോൾ എനി ഓഫ് ദ എബോവ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എനി ഓഫ് ദി എബോവ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് നോക്കണം, ബൈബാക്കിൻ്റെ നോക്കണം. ഇവിടെ നിന്നൊക്കെ അലൗഡ് ആണ്, എവിടെ നിന്നൊക്കെ അലൗഡ് അല്ല ഓർത്ത് വെക്കുക. സെക്യൂരിറ്റി പ്രീമിയം, ഫ്രീ റിസർവ്സ്, ഇഷ്യൂ ഓഫ് എനി അതർ സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് അപ്പോയിൻമെന്റ് ഓഫ് വിമൻ ഡയറക്ടർ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു കോൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. വിമൻ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പോയിന്റ് ആകാൻ പെയ്ഡ് അപ്പിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നു, ടേൺ ഓവറിന്റെ ക്രൈറ്റീരിയ നോക്കുന്നു. പെയ്ഡ് അപ്പ് ആണെങ്കിൽ 100 crore ഓർ മോർ, ടേൺ ഓവർ ആണെങ്കിൽ 300 crore ഓർ മോർ. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടുത്തെ 100 കോടി രൂപയാണ്. ഒബിയസ്ലി ആൻസർ എന്ന് പറയുന്നത് 100 കോടി രൂപ തന്നെയാണ് ആൻസർ. പക്ഷെ അടുത്ത പ്രാവശ്യം ടേൺ ഓവർ ആണ് ചോദിക്കുന്നതെങ്കിൽ 300 crore എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ക്ലിയർ? അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ കോൺസെപ്റ്റ്. Ethics is a set of moral principles that guides a person's behavior. സ്റ്റാർട്ടിങ്ങിൽ ആദ്യമേ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് മൊറാലിറ്റി എങ്ങനെയുണ്ട്. എത്തിക്സ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ എത്തിക്സ് എങ്ങനെയുണ്ടോ അതിൻ്റെ അനുസരിച്ചായിരിക്കും എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളുടെ റിലീജിയൻ ഒന്നും ഒരിക്കലും വരില്ല, പ്രൊഫഷനും വരില്ല. പിന്നെ ഇത് രണ്ടുമാണ് കുറച്ച് എന്താണ് സാമ്യമായിട്ട് വരിക. അതിനകത്ത് ബിഹേവിയർ ആണ് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ കണ്ടത്. ഈ എത്തിക്സിൻ്റെ എപ്പോഴും പ്രത്യേകത എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഇതെന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. എവിടുന്നെങ്കിലും എന്താണ് ഒരു ലൈൻ അങ്ങോട്ട് വെട്ടിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് എഴുതാൻ പറയും. ഓക്കെ, മെജോറിറ്റി വാല്യൂസ്, ബിഹേവിയർ, മൊറാലിറ്റി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഓർത്ത്. പിന്നെ ആ 7 പ്രിൻസിപ്പൽസ് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ EPF-ൽ നമ്മൾ അപ്പലേറ്റ് ട്രിബ്യൂണലിലേക്ക് പോകുമ്പോൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം, നമ്മൾ 75% എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം, നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 75, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 രൂപ കൊടുക്കണമെന്ന് ട്രൈബ്യൂണൽ പറഞ്ഞു, അതോറിറ്റി പറഞ്ഞു. ഞാൻ ആസ് എ എംപ്ലോയർ അപ്പീലിന് പോയി. അപ്പം ഞാൻ മിനിമം 7,500 അവിടെ കെട്ടിവെക്കണം. എവിടെ? ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ. അതിനുശേഷം ഈ ട്രിബ്യൂണൽ തീരുമാനിക്കും ഈ പൈസ ഞാൻ എംപ്ലോയി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും എന്നെ ഒഴിവാക്കാനും ട്രൈബ്യൂണലിന് പറ്റും, പക്ഷെ കൂട്ടാൻ പറ്റില്ല. കുറയ്ക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നീ ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യണ്ടെന്ന് എംപ്ലോയർ എന്നോട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടാസ്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടാസ്ക് എന്താണ് നമ്മൾ കൃത്യമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇതിൽ പഠിക്കുന്നത് ഇനി ഒരു പാസ്റ്റ് ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമുക്ക് മോഡൽ ഡിസ്കസ് ചെയ്താലും പാസ്റ്റ് ഡിസ്കസ് ചെയ്താലും നമുക്ക് എത്ര മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പറ്റും അത്രയും എന്താണ് നല്ലൊരു കാര്യം തന്നെയാണ് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും.